ഇറാന്റെ നിലപാടിനെ ശരിവെച്ച് ഒമാൻ കഴിഞ്ഞ വർഷം ജിദ്ദയിൽ അവസാനിച്ച അറബ് മുസ്ലിം ഉച്ചകോടിയോടനുബന്ധിച്ച് ഇറാൻ പ്രസിഡന്റായിരുന്ന ഇബ്രാഹിം റൈസി ഇസ്രായേലിനെതിരെ ചില നിർദ്ദേശങ്ങളും നിലപാടുകളും മുന്നോട്ട് വച്ചിരുന്നു. ഏറെക്കുറെ അതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തിയിട്ടുണ്ടെങ്കിലും തീരുമാനം പറയുന്ന കാര്യത്തിൽ അറബ് രാജ്യങ്ങൾ ഒരുപാട് പിറകോട്ട് പോയി എന്നുള്ളൊരു ആക്ഷേപം അന്ന് തന്നെ ഉണ്ടായിരുന്നു. ഒമാൻ ഇപ്പോ ആ നിലപാടിനെ ശരിവെച്ചുകൊണ്ടുള്ള പ്രസ്താവന പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അതിനോടനുബന്ധിച്ച് അവർ പറയപ്പെട്ട കാര്യം ചൈനക്ക് സൈനികമായിരിക്കുന്ന താവളം നിർമ്മിക്കാൻ വേണ്ടി തങ്ങളുടെ ഭൂപ്രദേശം വിട്ടുകൊടുക്കുമെന്നാണ് വളരെ പ്രധാനമായിരിക്കുന്ന ഒരു നിർദ്ദേശമായിട്ട് അന്ന് മുസ്ലിം ഉച്ചകോടിയിൽ വെച്ച് ഒമാൻ പറഞ്ഞത്. അവർക്ക് ആ താവളം വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട കരാർ വ്യവസ്ഥ പൂർണ്ണമായിട്ടുണ്ട് എന്നുള്ളതും സൈനിക വിന്യാസം നടത്താനും ഒമാന്റെ തീരത്ത് സൈനിക താവളം നിർമ്മിക്കാനും അവരുമായി ബന്ധപ്പെട്ട് സഹവാസം ഉണ്ടാക്കാനും തങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ് എന്നുള്ളതും തങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശങ്ങളും നിലപാടുകളും തങ്ങൾ ഇവിടെ ശിരസ്ഥാ വഹിക്കുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഒമാന്റെ ഭാഗത്തു നിന്ന് ഇവ പുറത്തു വന്നത്. അന്ന് വളരെ പ്രധാനമായിരിക്കുന്ന ചില നിർദ്ദേശങ്ങളായിരുന്നു അന്ന് അന്തരിച്ച ഇറാന്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി മുന്നോട്ട് വെച്ചത്. അതിൽ പറയുന്നത് ഇറക്കുമതി കയറ്റുമതിയുമായി ബന്ധപ്പെട്ട് ഇസ്രായേലുമായിട്ടുള്ള സഹകരണം മുസ്ലിം രാജ്യങ്ങളും അറേബ്യൻ രാജ്യങ്ങളും അവസാനിപ്പിക്കണം, നയതന്ത്ര ബന്ധങ്ങൾ വിച്ഛേദിക്കുകയും അതോടൊപ്പം തന്നെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ ഭീകര രാജ്യമായിട്ട് പ്രഖ്യാപിക്കുകയും വേണം. പിന്നീട് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് അറിയാത്ത രീതിയിലോ അറിഞ്ഞ രീതിയിലോ രഹസ്യമായിട്ടോ പരസ്യമായിട്ടോ പല ഘട്ടങ്ങളിലും അവർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷ്യധാന്യങ്ങൾ പോലെയുള്ള വസ്തുക്കൾ ഇറക്കുമതി ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. അവരുടെ തീരത്തു കൂടിയുള്ള കടൽ യാത്ര അല്ലെ കപ്പൽ യാത്രയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനും നിയന്ത്രണങ്ങൾ വേണം. ഇങ്ങനെ വളരെ പ്രാധാന്യമുള്ള ചില നിർദ്ദേശങ്ങളായിരുന്നു ഇബ്രാഹിം റൈസി അന്നത്തെ മീറ്റിംഗിൽ വെച്ച് പറഞ്ഞത്. അറബ് രാജ്യങ്ങൾ അതെല്ലാം കേട്ടു എന്നല്ലാതെ കൃത്യമായിരിക്കുന്ന നിലപാട് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പിന്നീട് ഇങ്ങോട്ട് യുദ്ധവും അതുമായി ബന്ധപ്പെട്ട ദുരിതവും പ്രയാസങ്ങളും വലിയ രീതിയിൽ കഠിനമായി. പാലസ്തീനിൽ 45,000-ലധികം പേർ കൊല്ലപ്പെട്ട സ്ഥിതിവിശേഷമുണ്ടായി. അവരുടെ ഭക്ഷണങ്ങളും വസ്ത്രങ്ങളും മരുന്നുകളും അടക്കം തടയപ്പെടുന്ന സ്ഥിതി ഉണ്ടായി. മറ്റുള്ള രാജ്യങ്ങൾ അവർക്ക് സഹായം നൽകുന്ന സമയത്ത് ആ സഹായം ലക്ഷ്യത്തിൽ എത്തിക്കാനുള്ള പ്രവൃത്തികൾ ഈ ഇസ്രായേലിന്റെ സൈനികർ തുടർന്നു. ഇങ്ങനെയൊക്കെ വന്ന സമയത്ത് ഏറെക്കുറെ മുമ്പ് എന്താണോ ഇറാൻ പറഞ്ഞു വെച്ചത് അത് തന്നെയാണ് യാഥാർത്ഥ്യമാക്കുന്നത് എന്നുള്ള അഭിപ്രായമാണ് ഇറാന്റെ ഭാഗത്തുനിന്ന് പുറത്തു വന്നത്. ഇറാന്റെ പ്രാദേശിക റിപ്പോർട്ടുകളൊക്കെ ഈ വിഷയത്തിന് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, മുസ്ലിം ഉച്ചകോടിയിൽ വെച്ച് നൽകപ്പെട്ട നിർദ്ദേശങ്ങൾ സ്വീകാര്യമാകുന്ന തരത്തിലേക്ക് നിലപാട് കാര്യങ്ങൾ മാറ്റണമെന്ന് മറ്റ് അറബ് രാജ്യങ്ങളോട് പറയുന്ന രീതിയിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ ഒമാന്റെ സമീപനങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴത്തെ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ വിലയിരുത്തിക്കൊണ്ട് പറയുന്നു, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്കെതിരെയുള്ള യുദ്ധത്തോട് കൂടി അല്ലാതെ ഒരിക്കലും ഇസ്രായേലിനെ പരാജയപ്പെടുത്താനോ ഫലസ്തീന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമാധാനപരമായിരിക്കുന്ന ഒരു സംവിധാനത്തിലൂടെ ആ രാജ്യം സ്വതന്ത്രമാകുക എന്നുള്ളത് അസാധ്യമാണെന്ന് മുൻപ് ഫലസ്തീൻ പറഞ്ഞു വെച്ചതിനെ ഒമാൻ ശരിവെക്കുകയും ചെയ്യുന്നു. നമ്മൾ ഐക്യപ്പെടുകയും ഏകോപനത്തോടു കൂടി മുന്നേറുകയും വേണം. അതോടൊപ്പം തന്നെ ഡോളർ വിനിമയത്തിൽ നിന്ന് പിന്തിരിയാനുള്ള ശ്രമങ്ങൾ നടത്തണം. അറേബ്യൻ കറൻസിക്ക് വലിയ പ്രാധാന്യം നൽകണം. മുൻപ് അറേബ്യൻ കറൻസിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏറെക്കുറെ രൂപത്തിലായിരുന്നു. പിന്നീട് അതിന്റെ കേന്ദ്രം ഏത് ഭാഗത്ത് വേണം എന്നതുമായി ബന്ധപ്പെട്ട ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ സൗദി അറേബ്യയും ഒമാനും തമ്മിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അന്ന് പറയപ്പെട്ടത്. അതിനൊക്കെ ഒരു വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടി അതിനെ സമീപിക്കുകയും ഏകീകൃത അറേബ്യൻ കറൻസിയിലേക്ക് കാര്യങ്ങൾ പോവുകയും വേണം. മാത്രമല്ല അതോടനുബന്ധിച്ച് തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ ഈ ഡോളറിന്റെ വിനിമയം അവസാനിപ്പിക്കുക എന്ന് പറയുന്നതോടനുബന്ധിച്ച് തന്നെ രണ്ടാം ഘട്ടത്തിൽ പറയേണ്ടത്, അങ്ങനെ നിർബന്ധ ഘട്ടത്തിലാണെങ്കിൽ നമ്മൾക്ക് യൂറോ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അറേബ്യൻ കറൻസി ഇല്ലാതിരിക്കുകയും ഡോളർ വിനിമയം അത്യന്താപേക്ഷിതമാകുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ അത് എന്ത് ചെയ്യണം, അത് നമ്മൾ യൂറോയിലേക്ക് മാറുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവണം. അപ്പൊ ഡോളറിന്റെ വിനിമയത്തിനുള്ള മൂല്യം കൂട്ടുന്നത് നമ്മൾ തന്നെയാണ്. അബ്രഹാം കരാറുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പറയുന്നു, അതിന് പൂർണ്ണമായിരിക്കുന്ന അവസാനം ഉണ്ടാവണം. അബ്രഹാം കരാറിന്റെ ഒരു വ്യവസ്ഥയും അംഗീകരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം യഥാർത്ഥത്തിൽ അറേബ്യൻ മേഖലയിൽ ഉണ്ടാവാൻ പാടില്ല. ഇപ്പൊ പറഞ്ഞു വരുന്ന കാര്യം, നിലവിൽ അമേരിക്കയുമായിട്ടുള്ള ബന്ധം തുടരണമെന്നും എന്നാൽ പാലസ്തീനുമായിട്ടുള്ള ബന്ധവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ
നമ്മളൊരു ഏകീകൃതമായിരിക്കുന്ന നിലപാടുണ്ടാവുകയും ചെയ്യണം. സൗദി അറേബ്യ പറഞ്ഞതിനെ കുറിച്ച് അവിടെ പരാമർശം വന്നു. സൗദി അറേബ്യ പറഞ്ഞ കാര്യം, പലസ്തീൻ സ്വതന്ത്രമാവാതെ ഇസ്രായേലുമായിട്ട് ഇനി ഒരു നയതന്ത്ര ബന്ധവും ഉണ്ടാവില്ല. അബ്രഹാം കരാറിന്റെ പൂർണ്ണത ഉണ്ടാവണമെങ്കിലും കരാറിന്റെ തുടർച്ച ഉണ്ടാവണമെങ്കിലും പലസ്തീൻ രാജ്യം സ്വതന്ത്രമാകണം. ഈ നിലപാടിനെ ഒമാൻ ശരിവെച്ചു. ഈ പലസ്തീൻ സ്വതന്ത്രമാകുക എന്നുള്ളത് അവരുടെ മാത്രം ആവശ്യമല്ല, മുസ്ലിം രാജ്യത്തിന്റെയും മുസ്ലിം ലോകത്തിന്റെയും മുസ്ലിം ഉമ്മത്തിന്റെയും ആവശ്യമാണ്. ഇനിയും ഇതിന് സമാനമായിരിക്കുന്ന ഒക്ടോബർ 7 പോലെയുള്ള ഒരു സമാന വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അത്ര തന്നെ ആളുകൾ വീണ്ടും കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവും. അത് ഒഴിവാക്കാൻ വേണ്ടി രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് ഇന്ന് വരെ പറയാത്ത രീതിയിൽ ശക്തവും യുക്തവുമായിരിക്കുന്ന നിലപാട് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് അറേബ്യൻ മേഖല മാറണം. ഇറാനോടൊപ്പം പൂർണ്ണമായ രീതിയിൽ സഹകരിക്കണം എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും ഇറാന്റെ ഉൾക്കൊള്ളാൻ പറ്റുന്ന നിലപാടുകളെ ശരിവെക്കുകയും അതിന് പിന്തുണ നൽകുകയും വേണം. പലസ്തീന്റെ സ്വാതന്ത്ര്യം എന്നുള്ളത് നമ്മുടെ മുദ്രാവാക്യമായിട്ട് വരികയും നമ്മുടെ സ്വാതന്ത്ര്യ ദിനത്തിൽ ഇതിനെക്കുറിച്ചുള്ള പ്രത്യേകമായിരിക്കുന്ന പരാമർശമോ പ്രാർത്ഥനയോ ഉണ്ടാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകണം. UN സഭയിൽ ഇതുവരെ പറയുന്നതിനേക്കാൾ ശക്തമായിരിക്കുന്ന നിലപാടോടുകൂടി തന്നെ പലസ്തീന്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു കൊണ്ടേയിരിക്കണം. ഏറെക്കുറെ ലോകത്തിന് മുഴുവനും എന്താണ് പലസ്തീൻ എന്നുള്ളതും പലസ്തീന്റെ പ്രശ്നം എന്താണ് എന്നുള്ളതും ഇസ്രായേൽ ആരാണെന്നും അവരുടെ സമീപന രീതി എന്താണെന്നും പഠിച്ചു കഴിഞ്ഞു. അതിന് ഒക്ടോബർ 7 വലിയ പങ്കാളിത്തം വെച്ചു. അതുവരെ പലസ്തീനുകൾ പറഞ്ഞത് ലോകം കേട്ടിരുന്നില്ല. ലോക മീഡിയകളും മാധ്യമങ്ങളും ലോക രാഷ്ട്രങ്ങളും രാഷ്ട്ര നേതാക്കളും ഇതിനെക്കുറിച്ച് പ്രാധാന്യത്തോടു കൂടി ചർച്ച ചെയ്തിട്ടില്ല. അതൊരു പ്രദേശത്തിന്റെ ഭാഗമായിട്ട് അങ്ങനെ നിൽക്കുന്നു. അവർക്ക് ഭക്ഷണവും വെള്ളവും ഇസ്രായേൽ നൽകുന്നുണ്ടല്ലോ, പിന്നെന്താ വിഷയം എന്ന് ചോദിച്ച രാഷ്ട്ര തലവന്മാരെല്ലാം ഒക്ടോബർ 7 ശേഷം മാറി പറയുന്നു, പലസ്തീൻ പറയുന്നതിലും കാര്യമുണ്ട്. അവരുടെ സ്വാതന്ത്ര്യവും അവരുടെ അവകാശവും അവരുടെ ജീവിത രീതികളും യഥാർത്ഥത്തിൽ വിലങ്ങിടുകയാണ് ഇസ്രായേൽ ചെയ്യുന്നത്. സ്വാതന്ത്ര്യമില്ലാത്ത അടിമ വംശകരെ പോലെ ജീവിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് യഥാർത്ഥത്തിൽ പാലസ്തീനുള്ളത്. പാലസ്തീൻ അതൊരു രാഷ്ട്രമാണ് എന്ന് എന്നല്ലാതെ ഒരു രാഷ്ട്രമായിട്ട് ലോകം അത് അംഗീകരിച്ചിട്ടില്ല. സംഭവം പല സമയത്ത് എംബസികളും കോൺസുലേറ്റുകളൊക്കെ പ്രവർത്തിക്കുന്നു. അവർക്ക് പ്രത്യേകിച്ച് പണികളും കാര്യങ്ങളൊന്നുമില്ല. ആ രാജ്യം പലസ്തീൻ എന്ന് പറയുന്ന ആ ദേശത്തിന്റെ അതിർത്തികൾ സംരക്ഷിക്കാനുള്ള അധികാരം പോലും പലസ്തീന്റെ അതോറിറ്റിക്ക് യഥാർത്ഥത്തിൽ ഇല്ല. അവരുടെ സൈനികരുണ്ട്, സൈനികർക്ക് ആയുധങ്ങളില്ല, വിമാനത്താവളങ്ങളില്ല, യുദ്ധ ടാങ്കുകളില്ല, യുദ്ധ വിമാനങ്ങളില്ല, പ്രതിരോധ സംവിധാനങ്ങളില്ല. അവരുടെ രാജ്യത്തിന്റെ അതിർത്തി പോലും സംരക്ഷിക്കാൻ അവർക്ക് സാധിക്കില്ല. ഇതിനെ എങ്ങനെ രാജ്യം എന്ന് പറയും? അതുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടത് ഏകോപനത്തോടു കൂടി തന്നെ പലസ്തീന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഉറക്കെ നമ്മൾ സംസാരിച്ചു കൊണ്ടേയിരിക്കണം. ആ സംസാരത്തിലൂടെയും ആ പ്രവൃത്തിയിലൂടെയും സമീപനത്തിലൂടെയും മാത്രമേ ആ രാജ്യത്തിന് സ്വതന്ത്രമാവാൻ സാധിക്കുകയുള്ളൂ. ഈ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തോട് നമ്മൾ ആ നിരന്തരം ആ കാര്യങ്ങളും അഭ്യർത്ഥനയും നടത്തിക്കൊണ്ടിരിക്കണം. ഇറാന്റെ നിലപാടിനെയും ഇറാന്റെ സമീപനത്തെയും ഇറാൻ ഈ കാര്യത്തിലുള്ള പലസ്തീനുള്ള പിന്തുണയെയും പൂർണ്ണമായി നമ്മൾ അംഗീകരിക്കുന്നില്ലെങ്കിലും ഒരു പരിധിവരെ അത് ശരിയാണ് എന്നുകൂടി അംഗീകരിക്കുന്നു എന്ന തരത്തിലാണ് ഈ ഒമാന്റെ ഭാഗത്ത് നിന്ന് പാലസ്തീൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലായിട്ട് പ്രസ്താവനയായി പുറത്തു വന്നിരിക്കുന്നത്.